എങ്ങനെയുണ്ട് തിയേറ്ററിൽ മൊത്തത്തിൽ കണ്ടപ്പോൾ? ഞങ്ങളിത് ഒരുപാട് തവണ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ പ്രതികരണമായിരുന്നു ഞങ്ങൾക്ക് കാണാൻ ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നത്. അതെന്തായാലും മനസ്സ് നിറയ്ക്കുന്ന രീതിയിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും കമൻസും ആണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി ഇത് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു ആണോ? അങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് സന്തോഷം. ഒന്നും എളുപ്പപ്പണിയായിരുന്നില്ല ഈ സിനിമയെ സംബന്ധിച്ച്. എല്ലാം ഒരുപാട് വെല്ലുവിളി നിറഞ്ഞായിരുന്നു. ഇതിൻ്റെ ഷൂട്ടിംഗ് ആയാലും ഒന്നും ഒരു ഫോർമുലൈക്ക് രീതിയിലല്ല നമുക്ക് ചെയ്യേണ്ടി വന്നിരുന്നത്. അപ്പോൾ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഒരുപാട് പാടുകളുണ്ടായിരുന്നു. കാലാവസ്ഥ, അതിൻ്റെ ലൊക്കേഷൻ, നമ്മുടെ ഡേറ്റ്സ്, അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ക്രൂവിൻ്റെ എല്ലാവരുടെയും ഒരു അകമഴിഞ്ഞ പിന്തുണയോടുകൂടിയാണ് നമുക്കത് ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ ഉദ്ദേശിച്ച പോലെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയത്. എക്സ്ട്രീം കണ്ടീഷൻസ് ആയതുകൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ക്രൂവിൻ്റെയും എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട് ആ എക്സിക്യൂഷൻ്റെ ഒരു റിസൾട്ട് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്നുള്ളതിൽ വലിയ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ മൊമെൻ്റ് ഉണ്ട്. എന്നാലും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണമെന്നും അവരുടെ അഭിപ്രായങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഒന്നാമത് ഇത് കിഷ്കിന്ധാണ്ടത്തിൻ്റെ ഷൂട്ടിംഗ് പോലും തുടങ്ങുന്നതിന് മുന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. കിഷ്കിന്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ ഷൂട്ട് തുടങ്ങാനിരിക്കുന്ന ഒരു ഡിലേ ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുക. അപ്പോൾ എനിവേ ഇത് അതിന് മുന്നേ കൺസീവ് ചെയ്തായതുകൊണ്ട് ഏതാദ്യം അല്ലെങ്കിൽ ഏതാണ് ഇതിനേക്കാൾ വലുത് അങ്ങനെയുള്ളൊരു റെസ്പോൺസിബിലിറ്റി, അത്തരം ടെൻഷനുകളോ സമ്മർദ്ദങ്ങളോ ഒന്നും ചിന്തയിലെടുത്തിട്ടില്ല. നമുക്കിൻ്റെ ഈ ചലഞ്ചസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സിക്യൂഷനായിരുന്നു ചലഞ്ച്. എളുപ്പമല്ലാത്ത കുറേ കാര്യങ്ങളായിരുന്നു ഇതിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നത്. വിത്തിൻ നമ്മുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു ബഡ്ജറ്റ് ലിമിറ്റേഷൻ, നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റേഷൻ, ലോജിസ്റ്റിക്കൽ ലിമിറ്റേഷൻസ്. അതിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ എഴുതി വെച്ച കാര്യം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. അതെനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ കോൺഷ്യസ് ആയിട്ടില്ല. അല്ല എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വിഷ്വലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനായാലും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും പറയുന്നത് ഭയങ്കര വിഷ്വലി ആയതുകൊണ്ട് ആ വിഷ്വൽ കറക്റ്റായിട്ട് ട്രെയിനിൽ കൊണ്ടുവരാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? അല്ല, സന്തോഷം. അങ്ങനെ ആളുകൾക്ക് തോന്നിയ അഭിപ്രായം പറയുന്നതിൽ സന്തോഷം. എപ്പോഴും നമ്മളെ കഥയിലുള്ള സിറ്റുവേഷൻസ് എങ്ങനെ കൃത്യമായിട്ടൊരു ബ്ലോക്കിംഗ് കൊറിയോഗ്രഫിയിലൂടെ എങ്ങനെ അത് ഓർഗാനിക്കായിട്ട് കൊണ്ടുവരാം എന്നുള്ളതിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ എഫേർട്ട് എടുക്കാറുള്ളത്. ബാക്കി അത് നന്നാകുന്നുണ്ട്. വിഷ്വലി കാണാൻ എങ്ങനെ വരുന്നു അതിൻ്റെ ഔട്ട്കം എന്നുള്ളത് അത് ബൈ റിസൾട്ടാണ്. എയിം ചെയ്യുന്നത് ആ സീനിലത്തെ കൊറിയോഗ്രഫി, എങ്ങനെ ആർട്ടിസ്റ്റ് എവിടെ നിൽക്കുന്നത്, എങ്ങനെ സംസാരിക്കുക, ആ സീനിലത്തെ കണ്ടൻറ്റ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എവിടെ പ്ലേസ് ചെയ്ത് എങ്ങനെ ഷോട്ട് വെച്ചാലായിരിക്കും നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം, അല്ലെങ്കിൽ എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതിലാണ് കൂടുതൽ എഫേർട്ട് ഉണ്ടാവാറുള്ളത്. ഇൻറ്റൻഷനും അതാണ്. ബാക്കിയൊക്കെ ബൈ പ്രൊഡക്റ്റാണ്. അത് നല്ലതായിട്ട് ആൾക്കാർ കമൻസ് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. സന്ദീപ്, അതിന് പുറമെ വിനീതേട്ടൻ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ചെയ്തതാണ്. അതിന് പുറമെ കുറേ കാർഡ് എക്സ്പീരിയൻസ് ഒക്കെ അല്ല, എല്ലാം നമ്മൾ എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ക്യാരക്ടർ വൈസ് എല്ലാം നല്ല ഡെപ്തുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് നല്ല ടാലൻറ്റഡ് ആർട്ടിസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഈ സന്ദീപിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റാണ്. നമുക്ക് ഭയങ്കര യൂസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എല്ലാ രീതിയിലും. ഇപ്പോൾ വിനീതേട്ടനായാലും അല്ലെങ്കിൽ നാരായണനായാലും അല്ലെങ്കിൽ ബാക്കി ബിനുപ്പപ്പു ആയാലും എല്ലാവരും നമുക്ക് ആ ഒരു നല്ലൊരു ക്യാരക്ടേഴ്സിനെ തന്നു എന്നുള്ളതാണ്. അത് റൈറ്റപ്പിലെല്ലാം ഉള്ളത് കൊണ്ടാണ് ഹാപ്പിയാണ് എല്ലാ രീതിയിലും നമ്മൾ. ഈ കണ്ടവരെല്ലാവരും പറഞ്ഞ നെക്സ്റ്റ് ലെവൽ ഓഫ് മലയാള സിനിമ അതും സന്തോഷമുണ്ട്. പക്ഷേ ഓക്കെ, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറയുന്നവരെന്താണ് ഫിലിം മേക്കേഴ്സും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവരൊക്കെ നെക്സ്റ്റ് ലെവൽ സിനിമ എന്ന് പറയുമ്പോൾ അല്ല, അതന്നെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എത്രത്തോളം നമുക്ക് പുതിയ കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, ഇനിയും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും നല്ലൊരു പടം ചെയ്യാൻ. പുള്ളിക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയില്ലല്ലോ. അത്രയ്ക്ക് നഹാസ് പറഞ്ഞത് തനിക്ക് അത്ര വലിയൊരു സിനിമ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ഗംഭീരമായെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ സിനിമയാണ്. ഒരു സിനിമ മേക്ക് ചെയ്യുമ്പോഴത്തേന് അതിന് കൂടുതൽ ആദ്യ സിനിമ കൂടുതലൊരു മേക്കിങ്ങിൽ കൊണ്ടുവരണമല്ലോ. അതിനുവേണ്ടി എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സിനിമ ചെയ്യുമ്പോൾ? അതന്നെ, എല്ലാം ചാലഞ്ചസ് ആയിരുന്നു നമുക്ക്. എന്താ പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു ടെറൈനിലായിരുന്നു ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു ഹൈ ഉണ്ടാവില്ല. അത് എങ്ങനെ അതൊരു പിക്ചറിൽ അല്ലെങ്കിൽ വിഷ്വലൈസ് കൊണ്ടുവരും എന്നുള്ള ഒരു ഭയങ്കര ചാലഞ്ച് ഉണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാം സാഹചര്യം
ടെറൈൻ കൊണ്ടും ആർട്ടിസ്റ്റ് കൊണ്ടും എല്ലാം കൊണ്ടും നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നു. ഭയങ്കര കാലാവസ്ഥയെല്ലാം ഭയങ്കര പ്രതികൂല കാലാവസ്ഥയെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തത്. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഷൂട്ട് ചെയ്തത്. ആർട്ടിസ്റ്റ് എല്ലാം എഫേർട്ട്, ആർട്ടിസ്റ്റിൻ്റെയും കോർഡിനേഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എല്ലാം നമുക്ക് ഒത്തു വന്നൊന്നുമില്ലേ, അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഇത്. നാടകത്തിലായാലും കുറേ നാച്ചുറൽ ഇൻക്ലൂഡാണ്. അപ്പോൾ ഇതിലും അതുപോലെ കുറേ നാച്ചുറൽ അല്ല, അത് കഥാപരമായിട്ട് ബാഹുൽ എഴുതുന്നത് അത് ആ രീതിയിലാണ്. അപ്പോൾ അതിലൊരു ഫ്രഷ്നെസ് ഉണ്ട്. അങ്ങനെ എല്ലാ സമയത്തും അങ്ങനെ വരണമെന്നില്ലല്ലോ. നെക്സ്റ്റ് കഥയിൽ ചില സമയം അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ അങ്ങനെ എനിക്ക് ഉണ്ട്. ആനിമൽസിൻ്റെ പ്രസൻസ് ഉണ്ട്. അതെല്ലാം ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം സംഭവിക്കുന്നതാണ്. നാളെ തിയേറ്ററിൽ വരികയാണ്. അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? എല്ലാവരും കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. നല്ലൊരു മൂവി ആയിരിക്കും. നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നല്ല മൂവി, പ്ലീസ് കാണുക. അല്ല, അത് തന്നെ, എല്ലാവരും കാണുക, കണ്ടിട്ട് നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. അത് ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഭയങ്കര സിനിമയുണ്ട് എന്നുള്ളതും കൂടുതൽ റീച്ച് ആവട്ടെ, എല്ലാവരും അറിയണമല്ലോ. എല്ലാവരും അങ്ങനെ അതിൻ്റെ ഒരു റീച്ചബിലിറ്റിക്ക് വേണ്ടി പരമാവധി ഒന്ന് കൂടെ ഒക്കെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക് യു.